ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനേഷൻ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സുബറാവു പുലാപ്പ 2007 ഈ IHRM ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അത് ഡൊമസ്റ്റിക്കിലും അതുപോലെ തന്നെ ഫോറിൻ കൺട്രീസിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫേം ആണ് വിചാരിക്കുക. ആ ഒരു ഫേമില് കറന്റ് ആയിട്ടുള്ള ഇപ്പൊ വർക്കിംഗ് ആയിട്ടുള്ള എംപ്ലോയീസും അതുപോലെ ഫ്യൂച്ചർ എംപ്ലോയീസിനും എന്ത് ചെയ്യുക, മൈഗ്രേഷൻ ഫെസിലിറ്റീസും അതുപോലെ കൾച്ചറൽ ട്രെയിനിങ്, അങ്ങനത്തെ എസെൻഷ്യൽ കൾച്ചറൽ ട്രെയിനിങ്, മൈഗ്രേഷൻ ഫെസിലിറ്റീസും കൊടുക്കുക. അതുപോലെ തന്നെ അതിന്റെ ഒപ്പം HRM അല്ലെങ്കിൽ HRMന്റെ റിലേറ്റഡ് ആക്ടിവിറ്റീസും പെർഫോം ചെയ്യുന്നതാണ് IHRM എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് HRM ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയാം. നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ഒരു പൊസിഷൻ വേക്കന്റ് ആണെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അവരുടെ ആ ഒരു പൊസിഷന് ആപ്റ്റ് ആയിട്ടുള്ള സ്കിൽസ് ഒക്കെ ഉള്ള ഒരു എംപ്ലോയിനെ ആ ഒരു പൊസിഷനിക്ക് ഫില്ല് ചെയ്യാണ് HRMന്റെ മെയിൻ ആക്ടിവിറ്റി. പിന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാണ് മെയിൻ ഒരു ആക്ടിവിറ്റി. അതിനോടൊപ്പം തന്നെ ഒരു ഇന്റർനാഷണൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഔട്ട്സൈഡ് ദ കൺട്രീസ് ആണ്. അപ്പൊ ആ കൺട്രീസിൽ ഡിഫറെന്റ് കൾച്ചേഴ്സ് ആയിരിക്കും. ആ കൾച്ചറൽ ട്രെയിനിങ്ങും അതുപോലെ മൈഗ്രേഷൻ ഫെസിലിറ്റീസും ഒക്കെ ഇനി വരുന്ന എംപ്ലോയീസ്, ഫ്യൂച്ചർ എംപ്ലോയീസിനും കറന്റ് എംപ്ലോയീസിനും കൊടുക്കുന്നതാണ് ആ ഒരു പെർഫോമൻസ് ആണ് IHRM ചെയ്യുന്നത്. ഇനി സെക്കൻഡ് മാർക്ക് മെന്റോൾ 2000 ഒരു ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. IHRM ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. IHRM ആക്ടിവിറ്റീസ് ക്രോസ് ദ ബോർഡർ ആണ്. അതായത് ഒരു ഹോം കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത കൺട്രി, ഇപ്പൊ ഞാനൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കേരളത്തിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വേറെ ഒരു ബ്രാഞ്ച് UAE തുടങ്ങുകയാണെങ്കിൽ എനിക്ക് ഇതാണ് ഹോം കൺട്രി. ഇന്ത്യയാണ് എന്റെ ഹോം കൺട്രി. എന്റെ ഹോസ്റ്റ് കൺട്രി എവിടെയാണ്? UAE. ഇതാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോ ഹോം കൺട്രിയിലെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലാതെ വേറെ നമ്മുടെ ബോർഡർ ക്രോസ് ചെയ്തിട്ടുള്ള വേറെ ലൊക്കേഷനിലെ HRM ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ് IHRM എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ HRM ആക്ടിവിറ്റീസ് എപ്പോഴും ആ ഒരു അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫോറിൻ എൻവയോൺമെന്റുമായിട്ട് എന്തായിരിക്കണം, ലിങ്ക് ചെയ്തിട്ട് ഇരിക്കണം. അതായത് കൊളാബറേറ്റ് ചെയ്തിരിക്കണം. അതായത് നമ്മുടെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മുടെ HRM ആക്ടിവിറ്റീസും ഫോറിൻ എൻവയോൺമെന്റുമായിട്ട് ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ IHRM എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആണ്. HRM സ്റ്റഡീസിൽ ഒരു ഡിഫിക്കൽട്ട് പാർട്ടാണ് ഈ IHRM എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഓരോ കൺട്രിയും ഓരോ കൾച്ചർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ HRM ആക്ടിവിറ്റീസും ഡിഫറെന്റ് ആക്കി കൊണ്ടുവരണം. ഇതാണ് രണ്ട് ഡെഫിനിഷൻ ഉള്ളത് IHRM-ന്. ഇനി നമുക്ക് ഡൊമസ്റ്റിക് HRM-ഉം ഇന്റർനാഷണൽ HRM-ഉം എന്തൊക്കെയാണ് ഡിഫറൻസസ് നോക്കാം. അപ്പൊ ഒരു 6 ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് ഉണ്ട് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഇതാണ് 6 ഫണ്ടമെന്റൽ ആസ്പെക്ട്സ്. അപ്പോ ജസ്റ്റ് എന്താന്ന് ജസ്റ്റ് നോക്കാം. അതായത് മേജർ നാഷണാലിറ്റീസ് ആണ്. അതായത് നമുക്കറിയാം ഡൊമസ്റ്റിക് വെച്ച് നോക്കുമ്പോ എന്താണ്, ഒരു ഇന്ത്യയിലുള്ള വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഉള്ളിലുള്ള വർക്കേഴ്സ് തന്നെ ആയിരിക്കും. പക്ഷെ ഒരു MNC കമ്പനീസ് ആണെങ്കിൽ അതിൽ എന്തായിരിക്കും, പല നാഷണൽസ് ഉള്ള ആൾക്കാരുണ്ടാവും. പിന്നെ വേരിയസ് ഫങ്ഷൻസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ നല്ലൊരു ഡീപ്പർ റിലേഷൻസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മുടെ ഒരു കൺട്രിയും വേറൊരു കൺട്രിയുടെ നമ്മൾ നല്ലൊരു റിലേഷൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഡിഫറെന്റ് അപ്രോച്ചസ് ഒക്കെ, നല്ല അഡ്വാൻസ്ഡ് അപ്രോച്ചസ് ഒക്കെ വരും ഈ ഡൊമസ്റ്റിക് ഫങ്ഷൻസിൽ. അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ടെനീഷ്യസ് ഡിഫിക്കൽട്ടീസ് ടു, അതായത് നമുക്ക് ഡൊമസ്റ്റിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസിൽ വരുന്ന ഡിഫിക്കൽട്ടീസ് ഒക്കെ നമുക്ക് എന്താണ്, അതിനേക്കാളും കുറച്ചും കൂടി ഡിഫിക്കൽട്ടീസ് ആണ് ഇതിൽ വരുന്നത് ഇന്റർനാഷണൽ HRM. ഇതിൽ ഫസ്റ്റ് ആണ് നമുക്ക് വൈഡർ നാഷണാലിറ്റീസ്. എന്താണ് വൈഡർ നാഷണാലിറ്റീസ് എന്ന് പറയുമ്പോൾ, നമുക്ക് ഒരുപാട്, അതായത് ടോപ്പ് MNCs ഒക്കെ ഉള്ള എബ്രോഡിലും കുറേ സ്ഥലങ്ങളിൽ കുറേ ഹോസ്റ്റ് കൺട്രീസിലൊക്കെ കമ്പനീസ് ഉള്ള അല്ലെ സബ്സിഡറീസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ വൈഡർ നാഷണാലിറ്റീസ് ആയിരിക്കും അല്ലെ. ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഡൊമസ്റ്റിക് ആണെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഉള്ളിലത്തെ ആളുകളായിരിക്കും അവിടുത്തെ വർക്കേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഈ ഒരു IHRM ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്, വൈഡർ നാഷണാലിറ്റീസ് ആയിരിക്കും. പുറത്ത് നാഷണൽസ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക.
പിന്നെന്താണ് ബ്രോഡർ റിലേഷൻഷിപ്സ് ആൻഡ് കോംപ്ലക്സിറ്റീസ്. ബ്രോഡർ അപ്പൊ അത് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പൊ എന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ഇന്ത്യയിൽ എന്ന് വെക്കുക. അപ്പൊ എനിക്ക് ഇവിടത്തെ ഒരു ഇനി ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഇപ്പൊ എനിക്ക് കേരളയോ തമിഴ്നാടോ എവിടുന്ന് വേണമെങ്കിൽ എനിക്ക് സെലക്ട് ചെയ്യാം അല്ലെ, കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ഇപ്പൊ അതുപോലെ അവര് മെഡിക്കൽ വിസ അവരുടെ അക്കോമഡേഷൻ കൊടുക്കേണ്ടി വരും. പക്ഷെ നല്ല നല്ല ഹൈ ക്വാളിറ്റിയോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എന്തെങ്കിലും പെർമിറ്റ് എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇവിടെ ഒരു അക്കോമഡേഷൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ എനിക്കൊരു പെർമിറ്റ് എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് ഒരു നമ്മുടെ ഒരു പുറം രാജ്യത്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, അവരുടെ വിസ പ്രോസസിങ് വേണം, മെഡിക്കൽ ചെക്ക് ചെയ്യണം അല്ലെ. ഇപ്പൊ നമുക്ക് ഇവിടെ ആണെങ്കിൽ മെഡിക്കൽ വേണം, പോലീസ് ക്ലിയറൻസ് വേണം, ചില രാജ്യങ്ങളിൽ ഫീവർ വാക്സിനേഷൻസ് കാര്യങ്ങളൊക്കെ വേണ്ടിവരും, അവരുടെ ഫാമിലിക്കുള്ള വിസ ശരിയാക്കുണ്ട്, അവർക്ക് ഉള്ള വിസ, അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ കോംപ്ലക്സിറ്റീസ് അവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഇൻഫ്ലുവൻസ് ഓഫ് ഇന്റർനാഷണൽ എൻവയോൺമെന്റ്. ഞാൻ ഇപ്പൊ ഒരു HRM ആക്ടിവിറ്റീസ് ഇപ്പൊ എനിക്ക് ഇന്ത്യനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് HRM ആണെങ്കിൽ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഈ ഒരു എൻവയോൺമെന്റ് മാത്രം നോക്കിയാൽ മതി അല്ലെ. എനിക്ക് ഈ ഒരു ഇന്ത്യയുടെ എൻവയോൺമെന്റ്, അവിടെ വരുന്ന ടെക്നോളജിയും കൾച്ചറും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. പക്ഷെ അതൊരു ഇന്റർനാഷണലി വരുന്ന കാര്യമാകുമ്പോൾ എനിക്ക് പല കൺട്രീസിലെ എൻവയോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്റെ ഓരോ HRM ആക്ടിവിറ്റീസ്. അതുപോലെ എൻഡ്യൂറിങ് കോംപ്ലക്സിറ്റീസ് ഓഫ് HRM ആക്ടിവിറ്റീസ്, അതിൽ കുറെ കോംപ്ലക്സിറ്റീസ് വരില്ലേ. ഇപ്പൊ നമ്മള് ഓരോന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡ്യൂറിങ് കോംപ്ലക്സിറ്റീസ് ഓഫ് HRM എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാം കുറെ കോംപ്ലക്സിറ്റീസ് വരും HRM ആക്ടിവിറ്റീസിൽ. അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു വേറൊരു രാജ്യത്ത് വരുമ്പോൾ അവിടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. പേ സ്ട്രക്ചറിലാണെങ്കിലും എല്ലാത്തിലും അവരുടേതായ ഒരു റൂളും റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു റൂളും റെഗുലേഷൻസും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ഈ ഒരു HRM ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട് അല്ലെ, കുറെ ഫങ്ഷൻസ് വരുന്നുണ്ട് അതില്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ഒരു ഫങ്ഷൻസ് എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മള് ഇതിൽ വരുന്ന വെറൈറ്റി ഓഫ് ഫങ്ഷൻസിൽ വരുമ്പോ നമുക്ക് കുറെ ഇപ്പൊ ഒരു എംപ്ലോയി ഡീറ്റെയിൽസ്, കുറെ ഡീറ്റെയിൽസ് നമുക്ക് വേണ്ടിവരും. ഇപ്പൊ ചെറിയ ഡീറ്റെയിൽസ് ഒന്നല്ല, അപ്പൊ ഒരു എംപ്ലോയിയുടെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് മെഡിക്കൽ, അതുപോലെ ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടോ, അതായത് പിന്നെ ഓൺലൈൻ സെലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക, ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഒന്നും പറ്റില്ല, അപ്പൊ അങ്ങനെ ഓൺലൈൻ സെലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് നമ്മൾ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് IHRM ചെയ്യേണ്ടി വരും ആസ് കമ്പയർഡ് ടു ദ ഡൊമസ്റ്റിക്. മറ്റേതാവുമ്പോൾ ഡൊമസ്റ്റിക് ആവുമ്പോൾ നമുക്കിപ്പോ ഒരു നാഷണൽ തന്നെ ആണെങ്കിൽ നമുക്ക് പോലീസ് ക്ലിയറൻസ് ഒന്നും കൂടുതൽ ആവശ്യമില്ല, മെഡിക്കലൊന്നും നമുക്ക് ഓരോ കൺട്രിയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്കൊരു ഇന്ത്യയിലത്തെ ഒരാളെ തന്നെ നമ്മൾ ഹയർ ചെയ്യുന്ന ടൈമിൽ. പിന്നെ ഡിഫറെന്റ് അപ്രോച്ചസ് ഫോർ ദ ഫങ്ഷൻസ്. ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ടാക്സ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെയാണ്. ഇപ്പൊ നമുക്ക് നല്ല ടാക്സ്, ഇപ്പൊ നമ്മൾ ഫോറിൻ കൺട്രിയിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് ടാക്സ് ഒക്കെ കുറെ, ഇപ്പൊ ഡബിൾ ടാക്സേഷൻ ഒക്കെ വരില്ലേ, ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചു വരുന്ന ഒക്കെ ടാക്സേഷൻസ്, ഡബിൾ ടാക്സേഷൻസ് ഒക്കെ വരും. അപ്പൊ അതൊക്കെ നമ്മള് ആസ് കമ്പയർഡ് ടു ഡൊമസ്റ്റിക്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ നമ്മള് ഈ കറൻസി എക്സ്ചേഞ്ച് ന്യൂട്രലൈസേഷൻ ഒക്കെ വരും. അതായത് ഈ കറൻസിയിൽ വരുന്നപ്പോ നമ്മള് ഒരു UK വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവിടെ തന്നെ എക്സ്പെൻസ് ആ യൂറോയിൽ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്ചേഞ്ച് ചാർജ് ഒക്കെ നമുക്ക് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ഒരു എംപ്ലോയിക്ക് ഒരു പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു പേയ്മെന്റ് ഒക്കെ നമുക്ക് അവരൊരു പേ സ്ട്രക്ചർ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് 6 ഫണ്ടമെന്റൽസ് ദാറ്റ് ഈസ് ഡിഫറൻസ് ഫ്രം ദി ഡൊമസ്റ്റിക് HRM. ഇനി ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡൊമസ്റ്റിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലാണെങ്കിൽ നമ്മൾ ഒരു കൺട്രിയിൽ ഒരു സിംഗിൾ റേസ് ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ഇന്റർനാഷണലിലേക്ക് വരുമ്പോൾ അവിടെ മൾട്ടിപ്പിൾ റേസസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എംപ്ലോയിയുടെ കൾച്ചറിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും അറിയേണ്ട കാര്യമില്ല ഡൊമസ്റ്റിക്കിൽ വരുമ്പോൾ. പക്ഷെ പ്രൊആക്റ്റീവ്ലി നമ്മൾ എംപ്ലോയിയുടെ കൾച്ചറും കാര്യങ്ങളും എല്ലാം നമ്മളൊരു ഇന്റർനാഷണൽ കേസിലാവുമ്പോഴേക്കും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു രാജ്യത്തിന്റെ ഇന്റേണൽ എൻവയോൺമെന്റ് നോക്കിയാൽ മതി ആസ് കമ്പയർഡ് ടു ദ ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല കൺട്രീസിന്റെ നമുക്ക് ഇന്റേണൽ എൻവയോൺമെന്റ് ഒക്കെ നോക്കിയിട്ട് വേണം നമുക്കൊരു HR പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ വൺ ഹാസ് ടു ഡീൽ വിത്ത് നാഷണൽസ് ഓഫ് വൺ കൺട്രി. ഒരു കൺട്രിയിൽ നാഷണൽസിനെ മാത്രം നമുക്ക് ഡീൽ ചെയ്താൽ മതി. പക്ഷെ ഈ ഒരു ഇന്റർനാഷണൽ വരുമ്പോൾ നമുക്ക് ഒരുപാട്
നാഷണാലിറ്റീസിനെ, ഡിഫറെന്റ് കൾച്ചേഴ്സിൽ വരുന്ന നാഷണാലിറ്റീസിനെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. പിന്നെ HRM ആക്ടിവിറ്റീസ് ഈ ഡൊമസ്റ്റിക് പറയുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ആണ്, നമുക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ ഒരു ഇന്റർനാഷണൽ പറയുമ്പോൾ HRM ആക്ടിവിറ്റീസ് വൈഡൻഡ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നോർമൽ ആണെങ്കിൽ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു ഡൊമസ്റ്റിക്കിൽ നടത്തുക. പക്ഷെ HRM ആക്ടിവിറ്റീസ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പോകേണ്ട കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ ഇതാ മതി, ഓൺലൈൻ ഇന്റർവ്യൂസ് ഒക്കെ ആയിരിക്കും കൂടുതലും നടക്കുക. അപ്രോച്ച് ഓഫ് HRM ഫംഗ്ഷൻസ് ലിമിറ്റഡ് ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ഇൻ, അതായത് അപ്രോച്ചസ് ഒക്കെ HRM ഫംഗ്ഷൻസിന്റെ അപ്രോച്ചസ് ഒക്കെ കുറവായിരിക്കും. പുതിയ ഡിഫറെന്റ് അപ്രോച്ചസ് ഒക്കെ കുറവായിരിക്കും. പക്ഷെ ഇതിൽ മൾട്ടിപ്പിൾ കൺട്രീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഓരോ ടെക്നോളജീസ് യൂസ് ചെയ്ത് HRM ഫംഗ്ഷൻസ് വൈഡ് ഉണ്ടാവും. ഇതാണ് ഒരു മെയിൻ ഡിഫറൻസ്. ഇതൊരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി IHRM വരുന്ന അപ്രോച്ചസ്, ഒരു 4 അപ്രോച്ചസ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. എത്തനോസെൻട്രിക്, പോളിസെൻട്രിക്, ജിയോസെൻട്രിക്, റീജിയോസെൻട്രിക്. ഈ 4 അപ്രോച്ചസ് 1969 ഇന്റർനാഷണൽ ബിസിനസ് 4 അപ്രോച്ചസിലാണ് ഒരു കമ്പനി, ഇതിൽ ഏതെങ്കിലും ഓരോ അപ്രോച്ച് ആയിരിക്കും ഓരോ കമ്പനി യൂസ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഡോഗ്ലസ് വിൻഡ് ആൻഡ് പേൾ മുട്ടർ 1969 കൊണ്ടുവന്നതാണ് ഈ 4 അപ്രോച്ചുകൾ. അപ്പൊ നമുക്ക് ഓരോ അപ്രോച്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരികയാണെങ്കിൽ എത്തനോസെൻട്രിക് അപ്രോച്ച്. എത്തനോസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു കോക്കനട്ടിന്റെ പ്രോഡക്ട്സ് വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഓർഗനൈസേഷനിൽ അവരുടെ ഒരു പ്രൊഡക്ഷൻ രീതി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാവും. അവരതും കൊണ്ട് ഇങ്ങനെ പ്രൊഡക്ഷൻ ചെയ്ത് അവർ കുറച്ച് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുകയാണ്, അവർക്ക് ഒരു എക്സസീവ് പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവര് അത് എക്സ്പോർട്ട് ചെയ്യുക, ഫോറിൻ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ അവർക്ക് മൈൻഡിൽ വരും. അപ്പോഴാണ് അവര് അതിനെ കുറിച്ചിട്ട് തിങ്ക് ചെയ്തിട്ട് അവര് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അവർ എപ്പോഴും അവരുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഈ എക്സ്പോർട്ടിനെ കണ്ടിരിക്കുന്നത്. അതായത് പുതിയൊരു റീജിയൻ പോലെ, അതായത് അവർക്ക് എക്സസീവ് പ്രൊഡക്ഷൻ വരുമ്പോൾ അവരെന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പിക്ചർ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു പാരന്റ് കമ്പനി ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു പാരന്റ് കമ്പനി നമുക്ക് നോക്കിയറിയാം. ഒരു പാരന്റ് കമ്പനി ഉണ്ട്, ഇവിടെ ഒരു ഹോസ്റ്റ് കൺട്രി ഉണ്ട്, ഇവിടേക്കാണ് എക്സ്പോർട്ട് ചെയ്തത് സബ്സിഡറി കമ്പനി. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ ഈ സബ്സിഡറി കമ്പനി മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും, ഈ പാരന്റ് കമ്പനിയിലുള്ള ഒരു ഹെഡ് ക്വാർട്ടർ ആയിരിക്കും ഫുള്ളി കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊരു ഡിസിഷൻസ് എടുക്കുന്നതും ഈ പാരന്റ് കമ്പനിയിലത്തെ ആൾക്കാരായിരിക്കും. അതാണ് നമ്മളിവിടെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത് ആർക്കാണ്, പാരന്റ് കമ്പനീസ് ആയിരിക്കും. അപ്പൊ ഇവിടെയുള്ള മാനേജേഴ്സ് പൊസിഷൻസ് ഒക്കെ ആരായിരിക്കും, എവിടുത്തെ എംപ്ലോയീസ് ആയിരിക്കും, ഈ പാരന്റ് കമ്പനിയിലത്തെ എംപ്ലോയീസ് ആയിരിക്കും ഈ ഒരു ഹോസ്റ്റ് കൺട്രിത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. അവിടുത്തെ എംപ്ലോയി കൂടുതലും മാനേജീരിയൽ പൊസിഷൻസിലുള്ള എംപ്ലോയീസ് എല്ലാവരും ആരായിരിക്കും, പാരന്റ് കമ്പനിയുടെ ആൾക്കാരായിരിക്കും. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പാനാസോണിക്, ഹിറ്റാച്ചി, സോണി അല്ലെ, സോണിന്റെ ഫോണും പാനാസോണിക്കിന്റെ ഫ്രിഡ്ജും ഫോണൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഹിറ്റാച്ചി അങ്ങനത്തെ ഇതൊക്കെയാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മൾ എത്തനോസെൻട്രിക്. ഇതിന്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു മാനേജിംഗ് ഡയറക്ടർ ഉണ്ടാവും, പിന്നെ മാനേജിംഗ് R&D, ഇതൊക്കെ ഇവിടുത്തെ ഈ മാനേജ് R&D, ഫിനാൻസ്, പ്രൊഡക്ഷൻസ് ഇതൊക്കെ പാരന്റ് കമ്പനിയിലത്തെ ആൾക്കാരായിരിക്കും. അസിസ്റ്റൻസ് ആയിരിക്കും ഓരോ അടുത്ത സബ്സിഡറീസിൽ ഉണ്ടാവുക. ഇതാണ് എത്തനോസെൻട്രിക് എന്ന് പറയുന്നത്. എപ്പോഴും കൺട്രോൾസ് എപ്പോഴും പാരന്റ് കമ്പനിയിലായിരിക്കും, സബ്സിഡറി കമ്പനിക്ക് ഒരു കൺട്രോൾ ഉണ്ടാവില്ല. ഇവിടുത്തെ എംപ്ലോയീസ് മാനേജറിയൽ പൊസിഷൻസ് ഒക്കെ പാരന്റ് കമ്പനിയുടെ എംപ്ലോയീസ് ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് കമ്മിങ് ടു ദി അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്താന്ന് നോക്കാം. അപ്പൊ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജ് ഫസ്റ്റ് എന്താണ്, പാരന്റ് കമ്പനി ഹോസ്റ്റ് കമ്പനി തമ്മിൽ അപ്പൊ ഒരു നല്ലൊരു കോർഡിനേഷൻ ഉണ്ടാവും അല്ലെ. കാരണം പാരന്റ് കമ്പനിക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയുണ്ടാവും. കാരണം അവർ മൊത്തം കൺട്രോൾ എവിടെയാണ്, ഈ പാരന്റ് കമ്പനി അടുത്താണ്. ഹോസ്റ്റ് കൺട്രിയുടെ ആ ഒരു സബ്സിഡറിയുടെ ഫുൾ കൺട്രോളും പാരന്റ് കൺട്രിയുടെ അടുത്തായിരിക്കും. അപ്പൊ അവർ തമ്മിൽ നല്ലൊരു കോർഡിനേറ്റ് ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സക്സസ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് എല്ലാത്തിന്റെ, അതായത് ഏതൊരു വേൾഡിൽ ഏതൊരു പാർട്ടിൽ അവർ സബ്സിഡറീസ് ഉണ്ടെങ്കിലും അതിന്റെ ഒക്കെ കൺട്രോൾ ആരുടെ കയ്യിൽ, എഫക്റ്റീവ് കൺട്രോൾ ആയിരിക്കും ഉണ്ടാവുക. അത് ആ പാരന്റ് കമ്പനിയുടെ കയ്യിലായിരിക്കും.
പിന്നെ അതുപോലെ ടെക്നിക്കൽ നോളജ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവർക്ക് എന്തെങ്കിലും ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ അത് അടുത്ത സബ്സിഡറീസിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവർക്ക് അങ്ങനെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ് അവര് മാനേജേഴ്സ് എല്ലാ മാനേജേഴ്സും എല്ലാവരും പാരന്റ് കമ്പനിത്തെ ആൾക്കാരായിരിക്കും. അവരായിരിക്കും വാച്ച് ചെയ്യണത്. ഫുൾ മോണിറ്റർ ആക്ടിവിറ്റീസ് ഫുൾ മോണിറ്റർ ചെയ്യുന്നത് സബ്സിഡറീസിന്റെ ഫുൾ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുന്നത് പാരന്റ് കമ്പനി ആയിരിക്കും. ഇനി ഡിസഡ്വാൻറ്റേജസിലേക്ക് വരികയാണെങ്കിൽ ഡിഫിക്കൽട്ട് ടു ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പാരന്റ് കമ്പനിത്തെ ഒരു കുറച്ച് എംപ്ലോയീസ് നമ്മൾ ഫോറിൻ കൺട്രിയിലുള്ള നമ്മുടെ സബ്സിഡറീസിക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവരുടെ കൾച്ചറൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു എംപ്ലോയിന് അവിടെ പിന്നെ ഒരു ട്രെയിനിങ്ങും ഗൈഡും ഒക്കെ കൊടുക്കേണ്ടി വരും അല്ലെ? പാരന്റ് കമ്പനിന്ന് വരുന്ന ഒരു കൺട്രിന്ന് വരുന്ന എംപ്ലോയിക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അല്ലെ? അതൊരു ഡിഫിക്കൽട്ടാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില പാരന്റ് കൺട്രിയിൽ നിന്ന് വരുന്ന എംപ്ലോയീസിന് ആ ഒരു ഹോസ്റ്റ് കൺട്രിത്തെ കൾച്ചർ ഒന്നും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതൊരു കമ്പനിയുടെ എഫിഷ്യന്റ് വർക്കിങ്ങിനെ അത് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ പാരന്റ് കൺട്രിത്തെ ഹോസ്റ്റ് കൺട്രിയും കൾച്ചറൽ ക്ലാഷസ്, ചിലപ്പോൾ ഇവിടുത്തെ കൾച്ചർ ആവില്ല അവിടുത്തെ കൾച്ചർ. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവരുടെ സ്ട്രാറ്റജീസ് അതേപോലെയാണ് ഹോസ്റ്റ് കൺട്രിയിൽ പോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ അതൊരു കൾച്ചറൽ ക്ലാഷസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ്, അതായത് ഇവിടുത്തെ നമ്മുടെ പാരന്റ് കമ്പനിത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആ ഒരു കൺട്രിത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആവില്ല ഹോസ്റ്റ് കൺട്രിയിൽ. അപ്പൊ അവിടെ ഗവൺമെന്റ് വന്നിട്ട് കുറച്ച് ഇഷ്യൂസും അതൊക്കെ അവരുടെ ബിസിനസ്സിൽ എഫക്ട് ചെയ്യാനും സാധ്യത ഉണ്ട്. ഇതാണ് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പോളിസെൻട്രിക് വരികയാണെങ്കിൽ അത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് ഈ പിക്ചർ നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാം. അതായത് ഒരു പാരന്റ് കമ്പനി ഉണ്ടാവും. ആ കമ്പനിക്ക് വേറൊരു ഹോസ്റ്റ് കൺട്രിയിൽ ഒരു സബ്സിഡറി ഉണ്ടാവും. പാരന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളിപ്പോ തുടങ്ങി ഫസ്റ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഇതാണ് പാരന്റ് കമ്പനി. അവിടുന്ന് ആണല്ലോ നമ്മൾ ബ്രാഞ്ചസ് ഇങ്ങനെ തുടങ്ങുക. അപ്പൊ അത് വേറൊരു രാജ്യത്ത് പോയിട്ട് ഒരു ബ്രാഞ്ച് തുടങ്ങുന്നതിന് ആ ഒരു കൺട്രീനെ നമ്മൾ ഹോസ്റ്റ് കൺട്രി ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുന്ന ടൈമില് ഈ ഒരു പാരന്റ് കമ്പനി ഈ ഒരു ഫുൾ ഫ്രീഡം കൊടുക്കും. അവിടെ ആ മിഷൻ മൈൻഡ് വെച്ചിട്ട് എന്ത് സ്ട്രാറ്റജീസ് വേണമെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ആർക്ക് കൊടുക്കും? ഈ സബ്സിഡറി ഹോസ്റ്റ് കൺട്രിക്ക് കൊടുക്കും. അപ്പൊ അവിടുത്തെ നാഷണൽസ് തന്നെ ആയിരിക്കും അവിടെ മാനേജറിയൽ പൊസിഷനിലേക്ക് ഹോസ്റ്റ് കൺട്രിത്തെ നാഷണൽസ് തന്നെ ആയിരിക്കും അവിടെ സെലക്ട് ചെയ്യുക. ഈ സബ്സിഡറിയില് മാനേജേഴ്സ് എപ്പോഴും എന്താണ് ഹോസ്റ്റ് കൺട്രിത്തെ ആൾക്കാർ തന്നെ ആയിരിക്കും. ഡൊമസ്റ്റിക് കമ്പനീസ് അപ്പൊ ഫോറിൻ കൺട്രീസിലേക്ക് അവര് എന്ത് ചെയ്യാണ്? എക്സ്പോർട്ട് ചെയ്യാണ്. അവർക്ക് ഒരു ഫോറിൻ മാർക്കറ്റ്സിനെ കുറിച്ച് അറിഞ്ഞിട്ട് തന്നെയാണ് അവർ എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മളിപ്പോ എത്തനോസെൻട്രിക് എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താണ് സെൻട്രലൈസ്ഡ് ആയിരുന്നു അല്ലെ? പാരന്റ് കമ്പനിയാണ് എപ്പോഴും എന്ത് ചെയ്യുക? ഫുൾ കൺട്രോളും ചെയ്യുക. പക്ഷെ ഈ ഒരു പോളിസെൻട്രിക് വരികയാണെങ്കിൽ അവിടെ പാരന്റ് കമ്പനിയല്ല, അവിടെ അവർ ചെയ്യുന്നത് ഡീസെൻട്രലൈസേഷൻ ആണ്. അതായത് ഹോസ്റ്റ് കൺട്രിയത്തെ ആൾക്കാരെ തന്നെയാണ് അവിടെ അവരെന്ത് ചെയ്യുക? ഹയർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കുറച്ച് നമുക്കപ്പൊ ലേബർ കോസ്റ്റ് ഒക്കെ വളരെ കുറവായിരിക്കില്ല. ട്രെയിൻ ചെയ്യേണ്ട കാര്യമൊന്നും വരില്ല. അപ്പൊ ഓർഗനൈസേഷൻ പേഴ്സണൽ ഹോം കൺട്രി ഹോസ്റ്റ് കൺട്രി പീപ്പിൾ ഫിൽ അതർ വേക്കൻസീസ്. ബാക്കിയുള്ള ഹോം കൺട്രി ഇനി നല്ല അതായത് കുറച്ച് നല്ല ഹൈ പൊസിഷനിലൊക്കെയാണ് മിക്കവാറും ഇവര് ഹോം കൺട്രിയിലത്തെ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ വാക്കൻസീസും കൂടുതലും ഹോസ്റ്റ് കൺട്രി തന്നെ ആയിരിക്കും. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ മെക്ഡൊണാൾഡ്സ് അല്ലെ? നമുക്കറിയാം മെക്ഡൊണാൾഡ്സിന്റെ എല്ലാ അതായത് ഇപ്പൊ കുറേ രാജ്യങ്ങളിൽ മെക്ഡൊണാൾഡ്സ് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ ഒരു കൾച്ചർ, ഇപ്പൊ നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഒരു ടേസ്റ്റ് അതിനനുസരിച്ചിട്ടാണ് അവര് ഇവിടെ നമുക്ക് അവരുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ വേറെ കൺട്രീസ് ആവുമ്പോ വേറെ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ആരെന്നെ ആയിരിക്കും? നമ്മുടെ ഹോസ്റ്റ് കൺട്രിത്തെ അല്ലെങ്കിൽ ഹോസ്റ്റ് കൺട്രിത്തെ ആൾക്കാർ തന്നെ ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുക. അവിടെ വരുന്നത് മാനേജിംഗ് ഡയറക്ടർ ഉണ്ടാവും. പിന്നെ ഒരു ഫോറിൻ സബ്സിഡറിയുടെ അവിടുത്തെ ആ ഒരു ഫോറിൻ സബ്സിഡറിത്തെ നാഷണൽ തന്നെ ആയിരിക്കും അവിടുത്തെ സിഇഒ ഉണ്ടാവുക. അതിന് അണ്ടറിൽ മാനേജർ, ഫിനാൻസ്, പ്രൊഡക്ഷൻ, റിസോഴ്സ് ഇവരൊക്കെ മാനേജേഴ്സും ഉണ്ട്. ഇതാണ് ഒരു പോളിസെൻട്രിക് ഓർഗനൈസേഷന്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് ഇത് കേൾക്കുമ്പോ തന്നെ നമുക്ക് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടാകും. നമുക്ക് തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ വരും അല്ലെ?
ഡിഫിക്കൽട്ട് ഇൻ ദ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് എക്സ്പാട്രേറ്റ് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ മുന്നേ പറഞ്ഞ, അതായത് എത്തനോസെൻട്രിക്കിൽ പറഞ്ഞൊരു ഡിഫിക്കൽട്ടി എന്തായിരുന്നു, നമുക്ക് അവരെ ട്രെയിൻ ചെയ്യുക, ഹോം കൺട്രിയിൽ നിന്ന് വരുന്ന എംപ്ലോയീസിന് ട്രെയിൻ ചെയ്യുക പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പൊ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ ഇല്ല അല്ലെ. ഇവിടെ എന്താണ്, പാരന്റ് കമ്പനി കൺട്രിയിൽ നിന്ന് വരുന്ന എക്സ്പാട്രേറ്റ് പറഞ്ഞ പ്രവാസികൾ നിർത്തും, വേറെ വരുന്ന ആൾക്കാര് അവർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് അവിടെ ആ ഒരു പ്രശ്നേ അവിടെ വരുന്നില്ല. രണ്ടാമത് ലോക്കൽ ഹയറിംഗ് ആവുമ്പോ നമുക്ക് ലെസ് എക്സ്പെൻസീവ് ആണ് അല്ലെ. ഒരാളെ ഇപ്പൊ അവര് ഫ്ലൈറ്റ് ചാർജ് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതാകുമ്പോൾ ലോക്കലി അവൈലബിൾ ആണ്, നമുക്ക് എപ്പോഴാണെങ്കിൽ അവൈലബിൾ ആവും. പിന്നെ അപ്പൊ അവർക്ക് സ്റ്റാഫ് മൊറേല് ഹൈ ആയിരിക്കും ഉണ്ടാവുക, നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, അവർക്ക് ലോക്കൽ മാർക്കറ്റിന്, അതുകൊണ്ട് തന്നെ നമുക്ക് ലോക്കൽ മാർക്കറ്റിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഹോസ്റ്റ് കൺട്രിത്തെ കുറെ എംപ്ലോയീസ് നാഷണൽസിന് അവിടെ കരിയർ ഓപ്പർച്യൂണിറ്റി, കുറെ പേർക്ക് ജോലി സാധ്യതയൊക്കെ കൂടുതലാണ്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ അവർ കോർഡിനേഷൻ ഉണ്ടാവില്ല, കാരണം ഫുൾ ഹോസ്റ്റ് കൺട്രി അവരുടേതായ രീതിയിലായിരിക്കും ചെയ്യുക, അപ്പൊ ഒരു കോർഡിനേഷൻ ഉണ്ടാവില്ല പാരന്റ് കമ്പനി ആയിട്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും ഉണ്ടാവില്ല. അത് പിന്നെ പറയുന്നത് എക്സസീവ് കൺട്രോൾ ഓവർ അവരുടെ സബ്സിഡറിനെ കുറിച്ചിട്ടുള്ള ഒരു കൺട്രോൾ. ഇപ്പൊ നമ്മുടെ അടുത്ത മെക്ഡൊണാൾഡ്സിന്റെ കൺട്രോൾസ് ഇവരുടെ പാരന്റ് കമ്പനിയിൽ ഉണ്ടാവില്ല, കാരണം മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും, നമ്മളെ ഇവിടുത്തെ ഹോസ്റ്റ് കൺട്രീസിലെ ആൾക്കാരായിരിക്കും. പിന്നെ ലോക്കൽ മാർക്കറ്റ് നോളജ് വളരെ കുറവായിരിക്കും ഉണ്ടാവുക പാരന്റ് കമ്പനിക്ക്. അപ്പൊ ഇതാണ് പോളിസെൻട്രിക് കഴിഞ്ഞു, എത്തനോസെൻട്രിക് കഴിഞ്ഞു. ഇനി വരുന്നത് റീജിയോസെൻട്രിക് ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു പാരന്റ് കമ്പനി ആയി, ആ പാരന്റ് കമ്പനി ഇതൊരു പാരന്റ് കമ്പനിയാണ്, ആ പാരന്റ് കമ്പനി നന്നായി വർക്കൊക്കെ നല്ല അവരുടെ ബിസിനസ് സക്സസ്ഫുൾ ആയപ്പോ അവരെ എക്സ്പോർട്ടിങ് തുടങ്ങി, എക്സ്പോർട്ടിങ് ഒരു ഹോസ്റ്റ് കൺട്രിയിൽ തുടങ്ങി. ഇനി അവിടെയും സക്സസ് ആവുകയാണെങ്കിൽ അവർ പിന്നെ എന്ത് ചെയ്യും, അവിടുന്ന് നെക്സ്റ്റ് അടുത്ത ഹോസ്റ്റ് കൺട്രിയുടെ അടുത്തുള്ള റീജിയൻസിക്കൊക്കെ, അങ്ങനെ അടുത്തടുത്ത കൺട്രീസിലേക്കൊക്കെ പതുക്കെ ഇങ്ങനെ ഇവരുടെ പ്രൊഡക്റ്റിനെ കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ കമ്പനി എക്സ്പാൻഡ് ചെയ്യണം, അവരുടെ എക്സ്പോർട്ടിങ് ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് റീജിയോ സെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ സ്ട്രാറ്റജീസും ഇവിടെയും എന്താണ്, പാരന്റ് കമ്പനി ഇവിടെയും കൺട്രോൾ ചെയ്യില്ല, ഇവര് തന്നെയാണ് എല്ലാം ചെയ്യുക. ആ ഒരു റീജിയനിലുള്ള എംപ്ലോയീസിനെയാണ് എപ്പോഴും സെലക്ട് ചെയ്യുക. BMW ആണ് അതിനൊരു എക്സാമ്പിൾ. റീജിയോ സെൻട്രിക്കിന് വരുന്ന ഒരു എക്സാമ്പിൾ പറയുന്നത് BMW ആണ്. ഇതിൽ വരുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു മാനേജിംഗ് ഡയറക്ടർ ഉണ്ടാവും, പിന്നെ ഈ സബ്സിഡറിയുടെ CEO ഉണ്ടാവും, പിന്നെ ഓരോ കൺട്രിത്തെ മാർക്കറ്റിംഗ് ഉണ്ടാവും, അതുപോലെ പിന്നെ മാനേജർ ഫിനാൻസ്, പ്രൊഡക്ഷൻ, അങ്ങനെയൊക്കെ ഓരോ മാനേജേഴ്സ്. അതൊക്കെ ഈ എംപ്ലോയീസിനെയൊക്കെ സെലക്ട് ചെയ്യണത് എവിടെ തന്നെ ആയിരിക്കും, ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ തന്നെ ആയിരിക്കും. ഇനി ഇതില് അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ അപ്പൊ ഒരു റീജിയനിലാകുമ്പോൾ ഏകദേശം കൾച്ചറൊക്കെ ഓക്കെ ആയിരിക്കും, ആ സെയിം റീജിയൻ തന്നെ ആയതുകൊണ്ട് കൾച്ചറൽ ഫിറ്റ് എംപ്ലോയീസ് ആയിരിക്കും, അവർ ഓക്കെ ആയിരിക്കും. അതുപോലെ അവര് ആ ഒരു ജോഗ്രാഫിക്കൽ റീജിയനിൽ നിന്നിട്ട് നൈബറിംഗ് കൺട്രീസിൽ അവർക്ക് നന്നായിട്ട് എംപ്ലോയീസിന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ അവരുടെ മാനേജേഴ്സിന്റെ ഡിസിഷൻസ് ഒക്കെ അവർക്ക് നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് അവര് ഹോസ്റ്റ് കൺട്രീസ് നാഷൻസ് നന്നായി വർക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരൂല്ലേ അവിടെ, അതായത് പാരന്റ് കമ്പനി. അപ്പോ ഇവിടെ നമ്മളിപ്പോ എപ്പോഴും പറയുകയാണെങ്കിൽ നമുക്ക് പാരന്റ് കമ്പനിയായിട്ട് ഇവർക്ക് ഒരു ഇതില്ല, ആ ഒരു മിഷനും ഒക്കെ മെയിൻ ആയിട്ടും ഒരു ഇതുള്ളൂ. മിഷനും മൈൻഡ് വെച്ചിട്ട് ഇവരുടെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക, ഹോസ്റ്റ് കൺട്രിയുടെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടാണ് അവരെപ്പോഴും ഒരു ഓർഗനൈസേഷൻ നടത്തുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും, പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ ബാരിയർ വരും. ലാംഗ്വേജസ് അറിയാത്തതിന്റെ പല ഇങ്ങനെ അതിനടുത്ത രാജ്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല, അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ, എല്ലാ ലാംഗ്വേജും അറിയണം എന്നില്ലല്ലോ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ ബാരിയർ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ്, അപ്പോ ഡിഫറെന്റ് റീജിയൻസ് വരുമ്പോൾ ഇന്റർനാഷണൽ വേറെ ദൂരെ എന്നുള്ള ഇന്റർനാഷണൽ എക്സ്പീരിയൻസസ് കുറവായിരിക്കും അല്ലെ, അടുത്ത റീജിയൻ തന്നെയാണല്ലോ വരുന്നത് അങ്ങനത്തെ. പിന്നെ ഗ്രേറ്റ് കൺഫ്യൂഷൻ ബിറ്റ്വീൻ റീജിയൻ ആൻഡ് ഗ്ലോബൽ, അപ്പൊ അവർക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻസ് വരും, മൊത്തം ഒബ്ജക്റ്റീവ്സിലെ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ മേ ബി ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ്. ഇനി നെക്സ്റ്റ് കമ്മിങ് ടു ദി ജിയോസെൻട്രിക് അപ്രോച്ചിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോ ഒരു എൻറ്റയർ വേൾഡിനെ ഒരു സിംഗിൾ കൺട്രി ആയിട്ട് നോക്കാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു പാരന്റ് കമ്പനിയാണ്, ആ പാരന്റ് കമ്പനിക്ക് ലോകത്തിലെല്ലായിടത്തും എവിടെയാണെങ്കിലും അവർക്കൊരു സബ്സിഡറീസ് ഉണ്ടാവും. അവിടെ പല നാഷണാലിറ്റിയിലുള്ള ആൾക്കാരെ അവര് റിക്രൂട്ട് ചെയ്യും.
അതാണ് ഇതിൽ വരുന്നത്. അതിനൊക്കെ ഓരോ കൺട്രിയിലും അവരുടേതായ ഹെഡ് ക്വാർട്ടേഴ്സും കാര്യങ്ങളും. ഇപ്പൊ നമ്മള് ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ ഇവിടെ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ക്വാർട്ടേഴ്സ് കുറെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാവും. അവരെല്ലാരും കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റീസ് കൊണ്ടുപോകുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് അവിടെ കോർഡിനേറ്റ് ചെയ്യുക. അവര് ഓട്ടോണോമസ് കമ്പനി ആയിരിക്കും. എല്ലാരും ഇൻഡിപെൻഡന്റ് ഓട്ടോണോമസ്, അവരുടേതായ ഒറ്റയ്ക്കായിരിക്കും എല്ലാം നടത്തുക. എല്ലാ പോളിസീസും ഫോർമുലേറ്റ് ചെയ്യുന്നതും അതുപോലെ സ്ട്രാറ്റജീസ് കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് ഡിസൈൻസും എല്ലാം ഓട്ടോണോമസ് ആയിരിക്കും. അവരുടെ ഹോസ്റ്റ് കൺട്രി അവരുടേതായ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടായിരിക്കും അവരെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. അതാണ് കൊക്കക്കോള എക്സാമ്പിൾ. ഇനി എന്താണ് ഫോറിൻ മാർക്കറ്റ്സിൽ വരുന്ന ഓരോ എന്തൊക്കെ മോഡ്സ് ആണ് ഫോറിൻ മാർക്കറ്റ്സിക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തൊക്കെ നമുക്കിപ്പോ ഒരു ഫോറിൻ മാർക്കറ്റ്സിക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് എൻ്റർ ചെയ്യാം, അതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് എക്സ്പോർട്ടിങ്. ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പോൾ ഫോറിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു കസ്റ്റമർക്ക് നമ്മൾ ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏജന്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു ഏജന്റ് വഴി ഒരു കസ്റ്റമർക്ക് എത്തണം. അപ്പൊ നമ്മുടെ നിന്ന് ഇപ്പൊ ഒരു ബൾക്കായിട്ട് ഒരു ഏജന്റ് വാങ്ങണേ, ആ ഏജന്റ് എന്നിട്ട് അത് എങ്ങോട്ട് എത്തിക്കുകയാണ്, നമ്മൾ ഫോറിൻ കൺട്രീസിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആണ്. ഡയറക്റ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് അവിടെ ഒരു ഇന്റർമീഡിയറി ഉണ്ടാവാതെ ഒരു പ്രൊഡ്യൂസറും ഒരു കസ്റ്റമറും ഡയറക്റ്റ് അവരുടെ ബൈയിങ് സെല്ലിങ് നടക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങും. അതുപോലെ ഇൻഡയറക്റ്റ് പറയുമ്പോൾ നടുവിലൊരു ഇന്റർമീഡിയറി ഉണ്ടാവും. പിന്നെ ലൈസൻസിങ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിങ്, അതായത് നമ്മുടെ ലൈസൻസ്, കമ്പനിയുടെ ലൈസൻസ് ഫോറിൻ ഏതെങ്കിലും കമ്പനീസിന് കൊടുക്കുക. അതുപോലെ ഫ്രാഞ്ചൈസി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെ ബ്രാൻഡ് നെയിം, നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം വേറൊരു കമ്പനി ഒരു സർട്ടൻ എമൗണ്ട് തന്നിട്ട് അവര് അത് വെച്ച് വർക്ക് ചെയ്യുന്നതാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ കോൺട്രാക്ട് മാനുഫാക്ചറിങ്. ഇപ്പൊ നമുക്കറിയാം ചില റോ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് നല്ല ഹൈ പേയ്മെന്റ് കൊടുത്തിട്ടൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഔട്ട്സോഴ്സിംഗ് ആയിട്ട് നമ്മൾ നമ്മുടെ മാനുഫാക്ചറിങ് കൊടുക്കാണ്. പുറത്ത് എവിടെയെങ്കിലും മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കാണ്. അതാണ് കോൺട്രാക്ട് മാനുഫാക്ചർ. എന്നിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റിനെ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ വിൽക്കും. അങ്ങനെ നമ്മുടെ ഈ മാനുഫാക്ചറിങ് മാത്രം നമ്മളൊരു കോൺട്രാക്ട് പോലെ കൊടുക്കുകയാണ്. ഓക്കെ. പിന്നെ അത് വരുന്നത് അടുത്ത് വരുന്ന മാനേജ്മെന്റ് കോൺട്രാക്ട്സ്. മാനേജ്മെന്റ് കോൺട്രാക്ട്സ് എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്നത് കൂടുതലായിട്ട് നമ്മുടെ ഇപ്പൊ ഒരു ബിസിനസ് ആക്ടിവിറ്റീസിൽ, അപ്പൊ എന്തൊരു ബിസിനസ് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അതിനെ മാനേജ് ചെയ്യുന്ന ഒരു കോൺട്രാക്ട് പോലെ കൊടുക്കുക. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ മാനേജ്മെന്റോ HR എന്ത് മാനേജ്മെന്റ് ആണെങ്കിലും അതൊരു ടീമിന് നമ്മൾ ഒരു കമ്പനിയെ നമ്മൾ ഹയർ ചെയ്തിട്ട് അവർക്ക് നമ്മളെ ഒരു ടീമിനെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി, ഒരു ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അതാണ് മാനേജ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടേൺ കീ പ്രോജക്ട്. ടേൺ കീ പ്രോജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്തെങ്കിലും നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ കീ എനിക്ക് തന്നാൽ മതി എന്ന് പറയില്ലേ, എന്തെങ്കിലും ഒരു ഫാക്ടറീസോ എന്തെങ്കിലും. അപ്പൊ നമ്മളത് ഒരു ഫുൾ അതിന്റെ പരിപാടി അവര് ചെയ്തിട്ട് നമുക്ക് കീ തിരിച്ചു തരാണ്. ടേൺ കീ ഓവർ ദി ഓണർക്ക് കീ തിരിച്ചു കൊടുക്കുന്നതാണ് ടേൺ കീ പ്രൊജക്ട് വരുന്നത്. പിന്നെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതാണ്. ഫോറിൻ എന്തെങ്കിലും ബിസിനസ്സിക്ക് നമുക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യില്ല. ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു ഓണറിന്റെ പാർട്ടായിട്ട് ഇപ്പൊ ഷെയർ വാങ്ങുക, നമ്മളിപ്പോ ട്രേഡിങ് കാര്യങ്ങളൊക്കെയാണ് ഈ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സിൽ വരുന്നത്. പിന്നെ ജോയിന്റ് വെഞ്ചർ, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ഒരുമിച്ച് ചേർന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പുതിയൊരു സംരംഭം തുടങ്ങുന്ന ജോയിന്റ് വെഞ്ചർ എന്ന് പറയാം. പിന്നെ അതുപോലെ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും രണ്ട് കമ്പനിയായിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു കമ്പനി, ഇപ്പൊ നമ്മൾ അറിയാം വോഡഫോൺ ഐഡിയയും കൂടി ചേർന്ന് VI അല്ലേ, VI മാറിപ്പോയി അല്ലെ. അതുപോലെ മെർജേഴ്സ്, അതുപോലെ അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നല്ലൊരു വലിയൊരു കമ്പനി ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു കുറച്ച് ലോ ആയിട്ട് ഇരിക്കുന്ന ഒരു കമ്പനീനെ നമ്മൾ അക്വിസിഷൻ ചെയ്യില്ലേ, എന്നിട്ട് ആ കമ്പനീനെ ഉയർത്തി കൊണ്ടുവരിക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അതുപോലെ ഒരു അക്വിസിഷൻ ആണ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. ടേക്ക് ഓവർ ചെയ്യുക, ഒരു ലോസിൽ കിടക്കുന്ന ഒരു കമ്പനീനെ വലിയൊരു നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നതിന് നമ്മൾ അക്വിസിഷൻ. ഇതാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഫോറിൻ മാർക്കറ്റ്സിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ജിയോ സെൻട്രിക് ഓർഗനൈസേഷൻ ആയിരുന്നു. അപ്പൊ അതിലൊരു മാനേജിംഗ് ഡയറക്ടർ ഉണ്ടാവും. അതിന്റെ താഴെ ഓപ്പറേഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻസ് ഉണ്ടാവും. അതിന്റെ താഴെ നമുക്ക് എന്തുണ്ടാവും, ഓരോ റീജിയൻ ഉണ്ടാവും അല്ലെ. ഇതിപ്പോ നമ്മൾ മൊത്തം
ഒരു വേൾഡിനെയല്ല എടുത്തിരിക്കുന്നത്. അതിന്ന് ഓരോ റീജിയനിലുണ്ടാവും. ആ ഓരോ റീജിയനിലും ഓരോ കൺട്രീസ് ഉണ്ടാവും. ആ കൺട്രീസിന്റെ അണ്ടറിലൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് വീണ്ടും വീണ്ടും പിന്നെ ഇതേപോലെ റിപ്പീറ്റേഷൻ ഉണ്ടാവും. ഇങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരിക. ഇനി അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർനാഷണൽ എക്സ്പീരിയൻസസ് ഉള്ള നല്ല ടാലന്റ് ഉള്ള നമുക്ക് എംപ്ലോയീസ് നമുക്ക് ബോർഡേഴ്സ് ഇല്ലാതെ അക്രോസ് ദ ബോർഡേഴ്സ് നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനും പുതിയ പുതിയ എക്സ്പീരിയൻസസ് ഒക്കെ കിട്ടാനും ഒക്കെ എംപ്ലോയീസിന് അപ്പൊ അത് അവരുടെ പെർഫോമൻസ് ഇൻക്രീസ്. പിന്നെ അതുപോലെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ട്രെയിനിങ്. പല റീലൊക്കേഷൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അവിടെ ട്രെയിനിങ് കുറെ കൊടുക്കേണ്ടി വരും. അവരുടെ കോമ്പൻസേഷൻ ഒക്കെ ചിലപ്പോൾ ഹൈ ആയിരിക്കും. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് നന്നായിട്ട് നമുക്ക് ഒരു റിക്രൂട്ട്മെന്റ് ടൈമിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഫുൾ സ്ക്രൂട്ടിനി ചെയ്ത് നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഇതാണ് അപ്പൊ 4 അപ്രോച്ചുകൾ നമ്മൾ പഠിച്ചത്: എത്തനോസെൻട്രിക്, പോളിസെൻട്രിക്, റീജിയോസെൻട്രിക്, ജിയോസെൻട്രിക്. ഇനി നമുക്ക് എന്താണ് ആക്ടിവിറ്റീസ് അണ്ടർ IHRM? IHRMന്റെ അണ്ടറിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. ഫസ്റ്റ് വൺ പറയുന്നത് HR പ്ലാനിങ്. ഇപ്പൊ നമുക്കറിയാം ഒരു രാജ്യത്തിൽ ഒതുങ്ങിയതല്ല അല്ലെ ഈ ഒരു ഇന്റർനാഷണൽ HR പ്ലാൻ എന്ന് പറയുമ്പോൾ അതൊരു രാജ്യത്തിൽ ഒതുങ്ങിയതല്ല. അതില് പറയുമ്പോ പല പല ബിയോണ്ട് ദ ബൗണ്ടറീസ് ആണ് അല്ലെ. ഒരു കൺട്രിന്ന് വേറെ കൺട്രി. അപ്പൊ എല്ലാ കൺട്രീസിന്റെയും സബ്സിഡറീസിനെയും യൂണിറ്റ്സിനെയൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു HR പ്ലാനിങ് നടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ഒരു എഫക്റ്റീവ് HR പ്ലാനിങ് നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിനൊരു കൺസിസ്റ്റൻസി ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിനും അവരുടേതായ കൾച്ചറും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് മാത്രമേ നമുക്ക് HR പ്ലാനിങ് നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഇന്റർനാഷണൽ HRMന്റെ കാര്യത്തിലാണ് ഇതിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് ആണ് HR പ്ലാനിങ്. നെക്സ്റ്റ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ പോളിസീസ്. ഇപ്പൊ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് സെലക്ഷൻ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് നടക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു നമ്മളൊരു കാൻഡിഡേറ്റിന് ഇപ്പൊ ഡൊമസ്റ്റിക് HRM അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സെലക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് നോക്കിയാൽ മതി, സ്കിൽസ് മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഈ ഒരു ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ സെലക്ഷൻ പോളിസി വരുമ്പോൾ നമ്മൾ ഒരിക്കലും സ്കിൽസ് മാത്രം നോക്കിയാൽ പോരാ. അവര് ഒരു വേറൊരു ഇപ്പൊ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരില്ല ഇന്റർനാഷണൽ ആയിട്ട് നമ്മുടെ ഹോസ്റ്റ് കൺട്രിക്കൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പൊ അവരുടെ കൾച്ചറുമായിട്ട് അഡാപ്റ്റബിൾ ആവാൻ ഇവർക്ക് ആ ഒരു എബിലിറ്റി ഉണ്ടോ, ഏത് കൾച്ചറുമായിട്ട് യോജിച്ചു പോകാനുള്ള എബിലിറ്റി ഇവർക്ക് ഉണ്ടോ എന്നും കൂടി നമ്മൾ ഇതിന്റെ ഒപ്പം നോക്കണം. അങ്ങനെ ആ ഒരു എബിലിറ്റി കൂടുതലുള്ള ആൾക്കാർ മാത്രമേ നമുക്കൊരു ഐഡിയൽ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ എംപ്ലോയി അല്ലെങ്കിൽ ഈ ഒരു പൊസിഷന് കൂടുതലും ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയി ആവണമെങ്കിൽ അവർക്ക് കൂടുതൽ എന്ത് വേണം, ഈ വേറെ കൾച്ചറുമായിട്ട് അവർ അഡാപ്റ്റബിൾ ആവണം. അതുപോലെ അവർക്ക് കുറച്ച് നല്ല ലാംഗ്വേജസ് ഒക്കെ അറിയണം അല്ലെ. ലോക്കൽ ലാംഗ്വേജസ് ഒക്കെ കുറച്ചും കൂടി അറിയുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ നമുക്ക് എന്ത് വേണം, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ HR പ്ലാനിങ് ചെയ്തിട്ട് നമ്മൾ റിക്രൂട്ട്മെന്റിൽ കൂടുതലും എന്താന്ന് നോക്കുക, നമ്മൾ അവർക്ക് സ്കില്ലിന്റെ ഒപ്പം തന്നെ, സ്കില്ല് മാത്രമല്ല സ്കില്ലിന്റെ ഒപ്പം കൂടി നമ്മൾ ഒരു കാര്യം കൂടി നോക്കും, അവർക്ക് വേറെ കൾച്ചറുമായിട്ട് അവര് യോജിച്ചു പോകാനുള്ള എബിലിറ്റി അവർക്ക് ഉണ്ടോ നോക്കും. അതുപോലെ പിന്നെ അവർക്ക് നെക്സ്റ്റ് കൊടുക്കേണ്ടതാണ് നമ്മൾ ട്രെയിനിങ്. അപ്പൊ അതൊക്കെ നമുക്ക് എംപ്ലോയീസിന് കിട്ടിയെന്ന് വെക്കാം. അപ്പൊ നമ്മൾ അടുത്ത് കൊടുക്കണം ട്രെയിനിങ് കൂടുതലും ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഹോസ്റ്റ് കൺട്രിയിൽ പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ട്രെയിനിങ് കൊടുക്കുക. ആ ട്രെയിനിങ് കൊടുക്കുന്ന ടൈമിൽ പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ് ആണ് അവിടെ കൊടുക്കുക. അവരുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കും. ഓരോ ഓർഗനൈസേഷൻ എന്തെങ്കിലും ചെയ്യുന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കും. രണ്ടാമത്തത് നമുക്ക് ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കണം. ലോക്കൽ ലാംഗ്വേജസ് ഒക്കെ ആണെങ്കിൽ ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കണം. പിന്നെ മൂന്നാമത് നമ്മൾ കൾച്ചറൽ ട്രെയിനിങ് കൊടുക്കണം. ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ചുള്ള കൾച്ചറൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കണം. ഇനി നെക്സ്റ്റ്, അപ്പൊ നമ്മളിപ്പോ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണം, സാലറി പാക്കേജസ് എന്നല്ലേ. നമ്മളിപ്പോ എല്ലാവരും അട്രാക്റ്റീവ് ആവുക എപ്പോഴും എന്താണ്, ഒരു സാലറി പാക്കേജസ് കൊണ്ടാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സാലറി പാക്കേജസ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു സാലറി പാക്കേജ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, ആ ഒരു ഓർഗനൈസേഷന് ലോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഞാനൊരു ഓർഗനൈസേഷൻ നടത്താണ്, എനിക്കൊരു 10 lakh ആണ് മന്ത്ലി എന്റെ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് അതിന് അഫോർഡബിൾ ആയിട്ടുള്ള സാലറി മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അതിനും കൂടുതൽ എനിക്ക് നഷ്ടമാവുമല്ലോ. പിന്നെ ഞാൻ സാലറി
ഇപ്പൊ ഒരു എനിക്കൊരു 60 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഞാനൊരു 50-80,000 ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? എന്റെ വീടൊക്കെ വിറ്റിട്ട് ഞാൻ ഇവർക്ക് കൊടുക്കേണ്ടി വരും അല്ലേ? ഇപ്പൊ നമുക്ക് സാലറി ഒക്കെ പിന്നെ അങ്ങനെ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരിക്കലും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു പ്രോഫിറ്റും എല്ലാം നോക്കിയിട്ട് എക്സാക്ട് നമ്മളൊരു പാക്കേജസ്, നമ്മുടെ ടാക്സ് റിഡക്ഷൻ എല്ലാം അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നോക്കണം. അപ്പൊ നമ്മളൊരു ഹോസ്റ്റ് കൺട്രിയിൽ പോവാണ്. അവിടെ പോയിട്ട് നമ്മൾ ഒരു എംപ്ലോയീസിന് അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് അവിടെ ഇപ്പൊ ഒരു 40,000 ഇപ്പം ഇന്ത്യൻ റുപ്പി പറയുകയാണെങ്കിൽ 40,000 അല്ലെങ്കിൽ ഇത്ര ഡോളേഴ്സ് ഒക്കെ വേണം അവർക്കൊരു അവിടെ താമസിക്കാൻ വെച്ചാൽ ആ ഡോളേഴ്സിനേക്കാളും കുറവാണ്. ഇപ്പൊ $50 വേണം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സാലറി $40 ആണെങ്കിൽ അപ്പൊ അവർക്ക് അഫോർഡബിൾ ആവില്ല. അപ്പൊ അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ആവുന്ന നമ്മുടെ പ്രോഫിറ്റും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സാലറി പാക്കേജ് എപ്പോഴും നമ്മളൊരു റെമ്യൂണറേഷൻ സാലറി ആയിട്ട് നമ്മൾ സാലറി പാക്കേജ് ആയിട്ട് കൊടുക്കണം. നെക്സ്റ്റ് വൺ പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവരും അവരുടെ റിവാർഡ്സ് ഒക്കെ കൂടുതൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇൻസെന്റീവ്സിനോട് കൂടുതൽ താല്പര്യം, മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ആൾക്കാർക്ക് കൂടുതലും ഇൻസെന്റീവ്സിനോടായിരിക്കും കൂടുതൽ താല്പര്യം അല്ലേ? അപ്പൊ ഈ കുറെ ഇൻസെന്റീവ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് അവരുടെ സാലറി പ്ലസ് ഇൻസെന്റീവ് എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. കൂടുതലും ഈ ഒരു പോസ്റ്റ് കൺട്രിയിലൊക്കെ കൂടുതലും ഇതിനാണ് കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യുന്നത്. റിവാർഡ്സും അപ്രൈസലൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പൊ അവിടെയും കുറച്ച് പെർഫോമൻസ് പ്രശ്നങ്ങളൊക്കെ വരും. കാരണം നമ്മുടെ ഹോം കൺട്രിത്തെ ആൾക്കാരാണെങ്കിൽ അവർക്ക് അവിടെ കൾച്ചറൽ ഡിഫറൻസ് വരുമ്പോൾ അതിൽ ഈ ഒരു പെർഫോമൻസ് ഇവാലുവേഷനിലൊക്കെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരും. ഇനി നെക്സ്റ്റ് അപ്പൊ നമ്മള് പ്ലാൻ ചെയ്തു, അങ്ങനെ സെലക്ഷന്റെ പ്രോസസ്സ് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ട്രെയിനിങ് കൊടുക്കുന്നത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ സാലറി പാക്കേജസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി, പെർഫോമൻസ് അപ്രൈസൽ നോക്കി. നെക്സ്റ്റ് വൺ റീപാട്രിയേഷൻ. റീപാട്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തിരിച്ച് ഇപ്പൊ ഒരു ഞാൻ ഒരാളെ ഹയർ ചെയ്തിട്ട് അയാളെ എന്റെ അമേരിക്കയിലുള്ള ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ഉള്ള ഒരു ബ്രാഞ്ചിലേക്ക് ഞാൻ ഹോസ്റ്റ് കൺട്രിയിലേക്ക് ഞാൻ വിട്ടു. അവിടെ വിട്ടിട്ട് അവിടെ കുറേ കാലം വർക്ക് ചെയ്യാണ് കേട്ടോ. അവിടെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിച്ച് കുറേ കാലം വർക്ക് ചെയ്യാണ്. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആള് തിരിച്ച് ആളുടെ ഹോം കൺട്രി ഇവിടെ ഇന്ത്യ ആണെന്ന് വെക്കാം. അപ്പൊ ആള് തിരിച്ച് ഹോം കൺട്രിക്ക് തിരിച്ചു വരികയാണ്. അതാണ് റീപാട്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ തിരിച്ചു വരുമ്പോ ഒരുപാട് നമുക്ക് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും വർഷം നിന്ന് അവിടുന്ന് തിരിച്ചു വരുന്ന ടൈമിൽ കുറച്ച് പ്രോസസ്സുകൾ ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ അവർക്കും അതൊരു ഡിഫിക്കൽട്ടാണ്. ഇത്രയും കുറെ ഒരു 10 വർഷമായിട്ട് അവരുടെ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആവുമ്പോ പിന്നെ അവർക്ക് ഞാനൊരു ട്രാൻസ്ഫർ ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ, ട്രാൻസ്ഫർ ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ച് ഇവര് നാട്ടിലേക്ക് തിരിച്ച് റീപാട്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഒരു കൾച്ചറായിട്ട് അവർ അഡ്ജസ്റ്റബിൾ ആയിരിക്കും. അവിടുന്ന് വീണ്ടും ആ കൾച്ചർ അവിടുന്ന് ചേഞ്ച് ചെയ്യുന്നത് അവർക്ക് കുറച്ച് മെന്റലി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് ഒരു HR ആക്ടിവിറ്റീസിന് അണ്ടറിൽ വരുന്ന ഒരു 6 പോയിന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് കൾച്ചർ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് അണ്ടർസ്റ്റാൻഡിങ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോ കൾച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം, കൾച്ചർ നമുക്ക് ഒരു പ്ലേസിന്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു അന്തരീക്ഷം വെച്ച് ഒരു എൻവയോൺമെന്റ് എന്നാണ് അവിടുത്തെ കൾച്ചർ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ? അതായത് ഇപ്പോ ഒരു വർക്ക് പ്ലേസിന്റെ കൾച്ചർ നമ്മൾ എങ്ങനെ മനസ്സിലാവും? അവിടെ ആ വർക്ക് പ്ലേസിനോട് അവിടെ പോയി ജോലി ചെയ്ത് അവിടെ ഇന്ററാക്ഷൻ നടക്കുമ്പോഴാണ് നമ്മൾ അവിടുത്തെ ഒരു ഓർഗനൈസേഷൻ കൾച്ചർ, അതുപോലെ നമ്മൾ ഒരു 2-3-2-ൽ കൂടുതൽ ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം അവരുടെ കൾച്ചറും ഒക്കെ നമ്മളെ എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ കൾച്ചർ പഠിക്കും. പിന്നെ കൾച്ചർ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? നമ്മുടെ കൾച്ചറൊക്കെ നമ്മളൊരു ജനറേഷൻ നിന്ന് അടുത്ത ജനറേഷനിൽ ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന കൾച്ചറുകൾ. അങ്ങനെയാണ് നമ്മൾ ഓരോ കൾച്ചറും നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ചൈനീസിൽ പറയുകയാണെങ്കിൽ ചൈനീസ് പീപ്പിൾ നമ്മൾ അറിയാം, എക്സാമ്പിൾ ആണ്. ചൈനീസ് പീപ്പിള് അവരുടെ ഫുഡിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യും? ഇൻസെക്ട്സിന് ഇൻക്ലൂഡ് ചെയ്യും അല്ലെ? പക്ഷെ UK കോമൺലി ആരും എന്ത് ചെയ്യില്ല, ഇൻസെക്ട്സിനെ ഈറ്റ് ചെയ്യില്ല. അപ്പൊ അത് ചൈനീസ് കൾച്ചറാണ്. അത് ചൈനീസിന് ആക്സെപ്റ്റബിൾ ആണ്. പക്ഷെ UK നമുക്ക് പോലും ആക്സെപ്റ്റബിൾ അല്ല അല്ലെ ഇൻസെക്ട്സിനെയൊക്കെ കഴിക്കാന്ന് പറഞ്ഞാൽ. അതാണ് അണ്ടർസ്റ്റാൻഡിങ് കൾച്ചർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണല്ലോ നോക്കാം. നോളജ്. ഇപ്പൊ നമുക്ക് നോളജ് അല്ലെ, നമുക്കറിയാം നമുക്ക് പല സ്ഥലത്ത് നമുക്ക് നോളജ് കിട്ടും അല്ലെ? അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം, നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മുടെ ഇന്ററാക്ഷനും ഒക്കെ നമുക്ക് നോളജസ് കിട്ടും, ബുക്സ് കിട്ടും. അങ്ങനെ പലതരത്തിലുള്ള നോളജസ് നമുക്ക് കിട്ടും. അതാണ് നോളജ്.
കൾച്ചറൽ നോളജുകൾ ഇപ്പൊ നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടാണെങ്കിലും ജനറേഷൻ ടു ജനറേഷൻ എന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്തൊക്കെ നമുക്ക് നോളജസ് കിട്ടും. ബിലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബിലീഫ് അല്ലെ, വിശ്വാസമാണ്, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. നമുക്കിപ്പോ ഒരു ട്രഡീഷണലി ഉള്ള നമ്മുടെ ഒരു ഇതേപോലെ നോളജ് പറഞ്ഞ പോലെ തന്നെ ഒരു ജനറേഷൻ ടു ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വിശ്വാസമായിരിക്കും എന്തൊരു കാര്യത്തിനോടും നമ്മുടെ ഒരു വിശ്വാസം. അതാണ് ഈ ബിലീഫിൽ വരുന്നത്. നെക്സ്റ്റ് വൺ വാല്യൂ. വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? മൂല്യം കൊടുക്കുക. നമ്മൾ എന്തിനെങ്കിലും ഒരു കാര്യത്തിന് ഓരോരുത്തർ പല കാര്യങ്ങൾക്കൊക്കെ വാല്യൂ കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒരു 7 ലെവൽ ഇതില് വാല്യൂസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ റിയാക്റ്റീവ്. റിയാക്റ്റീവിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില ആൾക്കാർ അവരുടെ ഫിസിയോളജിക്കൽ നീഡ്സിന് വേണ്ടിയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ ഫിസിയോളജി, നമ്മൾ ഫുഡ്, ഷെൽട്ടർ, എയർ, വാട്ടർ, അങ്ങനത്തെ ഫിസിയോളജിക്കൽ നീഡ്സിന് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യുന്ന അതിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ നെക്സ്റ്റ് വൺ ലെവൽ ടു ട്രൈബലിസ്റ്റിക്. ട്രൈബലിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ട്രഡീഷൻസിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, അതിനെ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. പിന്നെ നെക്സ്റ്റ് വൺ തേർഡ് വരുന്നത് ഈഗോസെൻട്രിസം. ഈഗോസെൻട്രിസം എന്ന് പറയുമ്പോൾ അവർ കൂടുതലും സെൽഫിഷ് ആയിരിക്കും. അവരുടെ പവറിനെ കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും ഈഗോസെൻട്രിസം പറഞ്ഞിട്ടില്ല ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ. നെക്സ്റ്റ് വൺ കൺഫേമിറ്റി. കൺഫേമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാല്യൂസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ, ബാക്കിയുള്ള വാല്യൂസ് അവര് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആൾക്കാരാണ് കൺഫേമിറ്റി. അവർക്ക് അതൊരു എപ്പോഴും അവര് വ്യക്തത ഇല്ല, മറ്റവരുടെ വേറെ ആൾക്കാരുടെ വാല്യൂസിന് ഒരു വ്യക്തത ഇല്ലാത്ത പോലെ അവര് എപ്പോഴും അവരുടെ വാല്യൂസിനെ മാത്രം അവര് കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നെക്സ്റ്റ് വൺ മാനിപ്പുലേറ്റീവ്. മാനിപ്പുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരെയും കൂടി നമ്മുടെ വാല്യൂസ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് എപ്പോഴും അവരുടെ സ്റ്റാറ്റസിനൊക്കെ വാല്യൂ കൊടുത്ത് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. അവരുടെ വാല്യൂസും കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ് മാനിപ്പുലേറ്റീവ്. ലെവൽ 6 വരുന്ന സോഷ്യോമെട്രിക്സ്. സോഷ്യോമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഏതൊരാൾക്കാരുമായിട്ട് അഡ്ജസ്റ്റബിൾ ആയിരിക്കും, ഏതൊരു വാല്യൂസ് ഏതൊരാൾക്കാരായിട്ട് അവർക്ക് ഓക്കെ ആണ്. നെക്സ്റ്റ് വൺ എക്സിസ്റ്റൻഷ്യൽ. എക്സിസ്റ്റൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? അവര് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും, അവരുടെ വാല്യൂസിന് അവര് ഇമ്പോർട്ടൻസ് കൊടുക്കും, എന്നാൽ കൂടിയും അവര് മറ്റുള്ളവരുടെ വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ 7 വാല്യൂസ് ആണുള്ളത്. പിന്നെ നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഒരു സമീപനാണ് അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് സിറ്റുവേഷൻ നടക്കുമ്പോൾ നമ്മൾ അതിനോടുള്ള നമ്മുടെ റെസ്പോൺസ് ആണ് എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. അതിൽ ഫസ്റ്റ് വൺ ആണ് കോഗ്നിറ്റീവ്. കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോട് ഉള്ള നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു റിയാക്ഷൻ അല്ലെ. റിയാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോ റിയാക്ഷൻ എന്നല്ല, ഒപ്പീനിയൻ എന്ന് പറയാം. അതായത് അവർക്ക് അവരുടേതായ ഒരു ഒപ്പീനിയൻ ഉണ്ടാവും ആ ഒരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അതാണ് കോഗ്നിറ്റീവ്. എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇമോഷണലി അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ അത് അവർക്ക് ഇഷ്ടമാവും. ഇപ്പൊ സന്തോഷമാണെങ്കിൽ സന്തോഷമായിട്ട് നമ്മൾ ചിരിക്കും, അല്ലെങ്കിൽ വിഷമാണെങ്കിൽ കരയും, ആംഗ്രി ആണെങ്കിൽ ദേഷ്യപ്പെടും. അങ്ങനത്തെ ഏത് സ്റ്റേറ്റ്മെന്റ് അവർ ഫേവറബിൾ ആയിട്ടുള്ളതോ അൺഫേവറബിൾ ആയിട്ടുള്ള ഏത് സിറ്റുവേഷൻ അവരുടെ ഇമോഷണൽ ആണ് അവിടെ കാണിക്കുക. പിന്നെ ബിഹേവിയറൽ, അവർക്ക് ആ ഒരു ഇതിനോടുള്ള ഒരു ബിഹേവിയർ അവരെ ഓൾറെഡി അവർക്ക് എന്താണ് ബിഹേവ് ചെയ്യാൻ തോന്നിയത് ആ ഒരു ഇന്റൻഷൻ, ഇതാണ് അവിടെ ബിഹേവ് ചെയ്യുക. അങ്ങനെ 3 കോഗ്നിറ്റീവ്, എഫക്റ്റീവ്, ബിഹേവിയർ. നെക്സ്റ്റ് വൺ ബിഹേവിയർ. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം നോളേജിന് എന്ത് വന്ന് ബിലീഫിക്ക് വന്നു, ബിലീഫിന്ന് അത് വാല്യൂസ് ആയി അല്ലെ. ആ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് ഒരു കൾച്ചർ എന്ന് പറയുന്നത്. ആ കൾച്ചറാണ് നമ്മുടെ ബിഹേവിയർ അല്ലെ, നമ്മുടെ കൾച്ചർ. ആ കൾച്ചർ ഓരോതിനും ഓരോ ഡിഫറൻസ് ആയിരിക്കും, കൾച്ചർ ഡൈവേഴ്സിറ്റി ആയിരിക്കും ഓരോ കൺട്രിയിലും ഉണ്ടായിരുന്നത്. ഇതാണ് മൊത്തം കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് ആണ് കൾച്ചറൽ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ HRM പോയിന്റ്സ്. അപ്പൊ നമുക്ക് അതിലൊരു 5 പോയിന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, ഇമ്പാക്ട് ഓഫ് കൾച്ചർ ഓൺ HRM പോളിസീസ് ആൻഡ് പ്രാക്ടീസ്. ഈ ഒരു കേസിൽ വരുന്നത് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു, ഒരു ഓർഗനൈസേഷന് എപ്പോഴും ഒരു സ്കിൽസ് മാത്രം പോരാ, ഇന്റർനാഷണൽ ഫേം ആവുമ്പോൾ. അപ്പൊ അതിന് എന്ത് വേണം? നമുക്ക് അവര് അഡാപ്റ്റബിൾ ആവണം, പുതിയ കൾച്ചറായിട്ട് അഡാപ്റ്റബിൾ ആവണം. അതുപോലെ തന്നെ അവർക്ക് എന്ത് വേണം? നോളജസ്, ലോക്കൽ ലാംഗ്വേജസിനെ കുറിച്ചിട്ടുള്ള നോളജസ്, ഇന്റർനാഷണൽ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് നല്ലൊരു കാൻഡിഡേറ്റ്, ഐഡിയൽ കാൻഡിഡേറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ.
ഓക്കെ, അതാണ് ഇമ്പാക്ട് ഓഫ് കൾച്ചർ ഓൺ HRM പോളിസീസ് ആൻഡ് പ്രാക്ടീസസിൽ വരുന്നത്. നെക്സ്റ്റ് ഇമ്പാക്ട് ഓഫ് ട്രെയിനിങ്. അതായത് നമുക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം. കാരണം വേറൊരു രാജ്യത്തെ ആൾക്കാരാകുമ്പോൾ അവിടുത്തെ കൾച്ചേഴ്സ്, ലാംഗ്വേജ്, പ്രാക്ടിക്കൽ ട്രെയിനിങ്, അങ്ങനെ പല തരത്തിലുള്ള ട്രെയിനിങ് എംപ്ലോയീസിന് ആവശ്യമാണ്. പിന്നെ വരുന്നതാണ് ഇമ്പാക്ട് ഓൺ കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ്സ്. അതായത് ഇപ്പൊ നമ്മളൊരു പാരന്റ് കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാലറി ഉണ്ടാവും. പക്ഷെ അത് ചില കാര്യത്തിൽ ഓക്കെ ആവില്ല, ചില ഹോസ്റ്റ് കൺട്രീസിൽ ഓക്കെ ആവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പലപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഇത് അഫോർഡബിൾ ആവില്ല. ഇപ്പൊ ഒരു US ഒരു $50-60 അവർക്ക് വീട് തന്നെ കിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സാലറി കൊടുക്കുന്നത് ഒരു $30-40 ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു $70 ആണ് കൊടുക്കുന്നത് വെച്ചാൽ അവർക്ക് ബാക്കിയുള്ള ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് ഒരു ഏണിങ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളെപ്പോഴും ആ ഒരു കാര്യത്തിൽ അതൊരു ചില കൺട്രിയുടെ റൂൾസും റെഗുലേഷൻസും അതുപോലെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ ഒരു ഇമ്പാക്റ്റ് ആണ്. അതുപോലെ പെർഫോമൻസ് ഇവാലുവേഷൻ, അതായത് ഇപ്പൊ ഒരു ഓർഗനൈസേഷന്റെ മാനേജേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാരന്റ് കമ്പനിത്തെ അല്ലെങ്കിൽ വേറൊരു വേറൊരു കൾച്ചറൽ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഡിഫറൻസസിൽ അതൊരു ഡിഫിക്കൽട്ടി ആയിരിക്കും എപ്പോഴും ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ. നെക്സ്റ്റ് ആണ് ഇമ്പാക്ട് ഓൺ HR പ്രയോറിറ്റീസ്. ഇമ്പാക്ട് ഓൺ HR പ്രയോറിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഒരിക്കലും ഒരു എന്താ പറയുക എംപ്ലോയി റീടെൻഷന് വേണ്ടിയിട്ട് നോക്കില്ല. അവര് കൂടുതൽ എന്താ ചെയ്യുക, എംപ്ലോയി റീടെൻഷൻ അല്ല നോക്കുക, അവരുടെ ഒരു എംപ്ലോയി അവർ കൂടുതലും ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നിൽക്കുന്ന ഹോസ്റ്റ് കൺട്രി കൾച്ചറുമായിട്ട് അഡാപ്റ്റബിൾ ആണ്. വേറെ ഏത് കൾച്ചറുമായിട്ട് അഡാപ്റ്റബിൾ ആവാനുള്ള ഒരു എബിലിറ്റി അവർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, അവരെ നന്നായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ട് അവർക്ക് കൂടുതൽ, കാരണം ഒരു ഓർഗനൈസേഷന് കൂടുതൽ എന്താണ് ഗ്രോ ചെയ്യല്, എക്സ്പാൻഡ് ചെയ്യല്ലേ വേണ്ട, അതിനാണ് കൂടുതൽ പ്രയോറിറ്റി അവർ കൊടുക്കുക. ഓക്കെ, ഇതാണ് ഇതിൽ 1, 2, 3, 5 പോയിന്റ്സ്, ടോട്ടൽ 5 പോയിന്റ്സ് ആണ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്. ഇനി ഇതിലൊരു കേസ് സ്റ്റഡിയും കൂടി വരുന്നുണ്ട്. ഏഷ്യൻ പെയിന്റ്സിന്റെ കേസ് സ്റ്റഡി ആണുള്ളത്. ഇതിൽ പറയുന്നത് ഏഷ്യൻ പെയിന്റ്സ് ഒരു 52 സ്റ്റേക്ക് ബർജർ, സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ബർജർ കമ്പനിന്ന് 52 സ്റ്റേക്ക് വാങ്ങാണ്. അപ്പോ അക്വിസിഷൻ വാങ്ങിക്കണം, ചിലപ്പോൾ ലോസ് ആയിരിക്കും അക്വിസിഷൻ. അപ്പൊ അവര് കൂടുതൽ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നല്ല ക്യാഷ് ഫ്ലോയില് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ മാർക്കറ്റ് കണ്ടീഷൻ ഭയങ്കര മോശമായതുകൊണ്ട് ഇവർക്ക് കുറച്ച് ലോസ് വന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ലോസ് വന്നപ്പോ അവര് മ്യാൻമാർ, ഫിലിപ്പീൻസ് പറഞ്ഞിട്ടുള്ള 2-3 രാജ്യത്തെ അവര് 4 years ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ലോസ് വന്നത്. അപ്പൊ അവര് ഈ ഒരു 2-3 സ്റ്റേക്സ് അവർക്ക് സോൾഡ് ഔട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണെന്നുള്ള റീസൺ ഒക്കെ പറയേണ്ട ഒരു MD, ഏഷ്യൻ പെയിന്റ്സിന്റെ MD പറഞ്ഞത്. അതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഓപ്പറേഷൻ, നമ്മളെപ്പോഴും അക്വിസിഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയ ഓപ്പറേഷൻസ് കൊണ്ടുവരണം. അതുപോലെ നമുക്ക് ഒരു എന്തിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോ എന്താണ് അക്വിസിഷൻ അല്ലെങ്കിൽ ഒരു കൺട്രിയിലാണെങ്കിൽ അതിന്റെ ഹോസ്റ്റ് കൺട്രി ലോക്കൽ ലാംഗ്വേജ്, കൾച്ചേഴ്സ് എല്ലാം നമ്മൾ ലോക്കൽ നോളജ് എപ്പോഴും നമുക്ക് വേണം. പിന്നെ അതുപോലെ നമ്മൾ മാർക്കറ്റ് ഡൈനാമിക്സിന് എപ്പോഴും അഡാപ്റ്റബിൾ ആയിരിക്കണം. ആ ഒരു 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു അക്വിസിഷൻ എൻഹാൻസ് ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ട് നമ്മൾ ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ട് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു ചലഞ്ചസും ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് ഈ ഒരു അക്വിസിഷൻ ഒക്കെ വരുന്ന ടൈമിൽ നമുക്ക് ലോക്കലി ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വലിയൊരു ചലഞ്ചാണ് വരുന്നത്. പിന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും ERP പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുക. അങ്ങനത്തെ ഈ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫുൾ ഓട്ടോമേഷൻ ആവാണ്, നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ഓട്ടോമേഷൻ ആവാണ്. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു കേസ് സ്റ്റഡിയിൽ പറയുന്നത്. ഇനി നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, 2023 ജൂണിൽ വന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ഡൊമസ്റ്റിക് വേഴ്സസ് ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡിഫറൻഷിയേറ്റ് ആണ്. നമ്മളപ്പോ 6 ഫണ്ടമെന്റൽസ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഡിഫറൻസസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അത് നന്നായിട്ട് നോക്കണം. പിന്നെ അതുപോലെ തന്നെ അപ്രോച്ചസ് 4 അപ്രോച്ചസ് നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് യൂണിറ്റ്. താങ്ക് യു.